റെഡിയാവും. നമുക്ക് ആകാംക്ഷ ഫിലിംസ് വരെ പോകണം. എന്താണ് മാമൻ കുഴൽപ്പണം പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഫിലിം കമ്പനി വാങ്ങാൻ പോണം? 40 ലക്ഷവുമായി കടന്നു കളഞ്ഞവര് ആകാംക്ഷ ഫിലിംസിലെ ജോലിക്കാരാണെന്ന്. എന്നാ നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്ക്. ഞാനിവിടെ ഒന്ന് എഴുന്നേക്കട്ടെ. ഞാനിപ്പോ സർട്ടിഫിക്കറ്റിലാണ്. എന്താ? ഈ തിയേറ്ററിലെ ഓപ്പറേറ്റർ ആയിരുന്നു പാപ്പിച്ചേട്ടൻ. ഗോപി, നമ്മൾ ഒരു പ്ലാനും നടക്കുമെന്ന് തോന്നില്ല. നേരെ വെളുത്ത് റോഡിൽ ആളുകൾ വന്നു തുടങ്ങി. പിന്നെ എത്ര നേരം ഈ ബോഡി ആയിട്ട് ഇങ്ങനെ നമ്മൾ? അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ എന്നെ കണ്ട അമിതാഭ് ബച്ചന്റെ ഒരു കട്ടില്ലേ? കൊച്ചുമുതലാളി വേഗം വാ. ഓക്കെ. എന്താ ഇത്? നീ ഇതുവരെ പോയില്ലേ? മാമൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഈ മാമൻ ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കും. ഞാൻ വേണം എല്ലാം സോൾവ് ചെയ്യാൻ. ഇപ്പോഴെങ്കിലും മാമിക്ക് എന്റെ ക്രെഡിറ്റ് മനസ്സിലായില്ലേ? പുന്നാരം പറയാതെ വേഗം പോവാൻ നോക്ക്. ഓക്കെ. അതെ, ഉത്കണ്ഠ ഫിലിംസിന്റെ ഓഫീസ് ഏതാ? ഉത്കണ്ഠ ഫിലിംസോ? അങ്ങനെ ഒരു ഓഫീസ് ഇവിടെ ഇല്ലല്ലോ. ഉണ്ടെന്നെ, ഉത്കണ്ഠ. മനസ്സിലായി? ഉത്കണ്ഠയില്ല, ആകാംക്ഷ ഫിലിംസ് ഉണ്ട്. അത് തന്നെയാണോ ഞാൻ ചോദിച്ചത്? നിങ്ങൾ ചോദിച്ചത് ഉത്കണ്ഠ ഫിലിംസ് അല്ലേ? ഉത്കണ്ഠ ആകാംക്ഷ തമ്മിൽ എന്താണോ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെ. ടീനേജിലും എന്റെ പ്രായക്കാരുടെ പ്രേമം കൊള്ളാം. നിങ്ങളാരാ? നമ്മളാരാണാവോ? ഈ ഇക്കിളി കൂട്ടും പെണ്ണ്. ഇക്കിളി കൂട്ടും പെണ്ണ് ഈ അല്ല, എ ആണ്. അഡൽസ് ഓൺലി. അവള് ധാരാളം ഇക്കിളി കൂട്ടുണ്ട്. ഇനി അധിക നാൾ ഇക്കിളി കൂട്ടൂല. തന്നെ ഇക്കിളി കൂട്ടും പെണ്ണുമായി പോയാ ആ 2 റെപ്രസെന്റേറ്റീവുമാരെവിടെ? അവരവിടെ പെട്ടിയുമായി പോയിരിക്കല്ലേ. 2 ദിവസം കഴിയുമ്പോ വരും. എന്താ കാര്യം? ഏത് തിയേറ്ററിൽ നിന്നാ? ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന്. അവന്മാർ വരുമ്പോ ഞാൻ വന്നെന്ന് പറഞ്ഞേര്. ആര് വന്നെന്ന് പറയണം? സുന്ദരേശൻ. സുന്ദരേശനോ? അതെ, കാണാൻ നല്ല സുന്ദരനായ ഒരാളാണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഓർത്തിട്ട് കൈയും കാലം മറിക്കുന്നു. നിർത്തൂ. എന്താ? യൂറിനേറ്റ് ചെയ്യണം. ആ പെണ്ണിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നത് വലിയ മണ്ടത്തരമായി പോയി. ഒരു ജീവപര്യന്തത്തിനുള്ള വകുപ്പ് ആ സൂട്ട് കേസിലുള്ളത്. അടുത്ത ജീവപര്യന്തം കൂടെ കയറിയിരിക്കുന്നത്. 2 ജീവപര്യന്തം കൂടെ ഒന്നിച്ചങ്ങ് അനുഭവിച്ചാൽ മതി. എടാ, ആപത്ത് സമയത്ത് ആ പെണ്ണ് എന്നെ സഹായിച്ചത്. അവൾക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ സഹായിക്കണമെന്നാ? നീ ഒന്ന് വണ്ടി കയറി. ആ മാനേജർ ചത്ത് കാണുമല്ലേ? ചെറിയ കത്തിയായതുകൊണ്ട് ചാകത്തൊന്നുമില്ല. ലാർജ് ഇൻഡസ്ട്രിയിൽ ആമാശ അത് കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലേ? മക്കളെ, നീ എല്ലാം എന്നെ തല്ലിക്കൊന്ന് ചാക്കി കയറ്റിയല്ലേ? ഞാൻ ചത്തെന്ന് വിചാരിച്ചോ? ഇനി വെട്ടുകൊണ്ടാലും ചാകാത്തവനാണ് ഈ പാപ്പി. എന്താടാ? പാപ്പച്ചേട്ടൻ ആ സൂട്ട് കേസിനകത്ത് ഇറങ്ങി വന്ന് എന്റെ കാഴ്ച കയറി പിടിച്ചു. എന്നെ സ്വപ്നം കണ്ടു. മനുഷ്യനെ പേടിപ്പിച്ചാണെന്നല്ല ഞാൻ പേടിച്ചു. നമ്മളിപ്പോ എന്താ ചെയ്യാ? സകല ദൈവങ്ങളെ നീ വിളിച്ചു. ഞാൻ ഒരു ചെറിയ കളി കളിച്ചു നോക്കാൻ പോവാ. അയ്യോ, നീ എന്ത് ചെയ്യാൻ പോവാ? അതൊന്നും നീ അറിയണ്ട. അല്പ ഗ്യാപ്പ് കിട്ടിയ നീ വണ്ടി എടുത്തോണം. നമുക്ക് വൈകുന്നേരം ചേരി വെച്ച് കാണാം. ഗോപി, ഞാൻ പറയുന്നു. ഒന്നും പേടിക്കണം, വണ്ടി എടുത്തോ. ഒരു ഉപകാരം ചെയ്യണം സാർ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ആ പോലീസുകാരുടെ മുമ്പിൽ ഒരു കള്ളക്കടത്തുകാരനായിട്ട് അഭിനയിക്കണം. വേറൊന്നുമല്ല, എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് കൊലപാതക കേസിൽ കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാ. വാട്ട് യു മീൻ സാർ? പ്ലീസ്, എന്റെ സുഹൃത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാലുടൻ നിങ്ങൾ കള്ളക്കടത്തുകാരനല്ല എന്നുള്ളത് നമുക്ക് 2 കൂടെ ചേർന്ന് പോലീസിനെ ബോധ്യപ്പെടുത്താം. അതിന് വേറെ പ്ലാൻ എന്റെ കയ്യിലുണ്ട്. എന്താ മിസ്റ്റർ, ആളെ കളിയാക്കാണ്? സാർ പ്ലീസ്, സാറിന് ഇതേപോലെ ഏതെങ്കിലും കൊലപാതക കേസിൽ വന്ന് അകപ്പെടുമ്പോ ഞാനും വന്ന് രക്ഷിക്കാം.
ഇറക്കാൻ. സാർ ഇവൻ കള്ളക്കടത്തുകാരനാണ് സാർ. ഇവൻ ഇന്റർനാഷണൽ സ്മഗ്ലറാണ്. സാർ കള്ളക്കടത്ത് സാധനങ്ങളുണ്ട്. ഇവൻ രാജാവിന്റെ മകനാണ്. സാർ പിടിച്ചോളൂ. ഓടിയോട്ടെ, ഓടിയോട്ടെ. ഒറിജിനൽ സ്റ്റാഫാണ് സർ. വെൽ ഡൺ മിസ്റ്റർ ഗോപിനാഥ മേനോൻ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ആണ് പുള്ളിയെന്ന്? സാർ അതൊരു അബദ്ധത്തില് അല്ല, കുഞ്ഞുനാൾ മുതലേ എനിക്ക് ഈ കള്ളക്കടത്തുകാരെ മണത്ത് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. ഇയാളെ പിടിച്ച് ജീപ്പേ കയറ്റു. സർ, മിസ്റ്റർ ഡിസിൽവയുടെ ഓപ്പറേഷൻസ് കണ്ടുപിടിക്കാൻ ഇത് ഹെൽപ്പായിരിക്കും. മിസ്റ്റർ ഗോപിയെ കൂടി വിറ്റ്നസ് ആക്കി എടുത്താൽ. ദാറ്റ്സ് റൈറ്റ്. സർ, അയാളെ കാണാനില്ല. ഹലോ. ഗോപിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ നമ്മളായ കുടുങ്ങിയനെ. പോലീസ് ഗോപിയെ ചോദ്യം ചെയ്താലോ? എനിക്കും അതാ ഇപ്പൊ പേടി. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വേണ്ട. ഒരു ചായയെങ്കിലും. ഒന്നും വേണ്ട. ആകെ ബുദ്ധിമുട്ടായല്ലേ? എനിക്കോ? ഞാൻ കാരണം നിങ്ങൾക്കല്ലേ കൂടുതൽ ബുദ്ധിമുട്ടായത്? അയ്യോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ ഡെഡ് ബോഡിയുമായിട്ട് ഈ വാനിൽ ഇങ്ങനെ കറങ്ങുന്ന പാടാ. നമുക്ക് എവിടെയെങ്കിലും റൂം എടുത്തൊന്ന് ഫ്രഷ് ആയാലോ? അപ്പൊ ഇത് നമുക്കിത് വണ്ടിക്കകത്ത് വെച്ച് ലോക്ക് ചെയ്യാം. ആ ഹോട്ടൽ മാനേജറുടെ കാര്യം ആലോചിക്കുമ്പോഴാ. ഏയ്, മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് അന്വേഷിക്കാം. എന്താ പ്രശ്നം? ദൈവത്തിനറിയാം. എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പിറകെ കൂടിയിരിക്കാം. എന്റെ സൗന്ദര്യം എനിക്ക് ഇത്രയും വലിയ ശാപമായി തീരുമെന്ന് ഞാൻ വിചാരിച്ചു. നിനക്ക് അവരെ നേരത്തെ പരിചയമുണ്ടോ? എവിടെ? ഇത് ഞാൻ സോൾവ് ചെയ്യാം. എന്താ ചേച്ചി പ്രശ്നം? ഇയാൾ എന്നെ കെട്ടാന്ന് പറഞ്ഞതാ. അയ്യോ, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയതാ. അയ്യോ ശരിയാ, നീ തന്നെ ആള്. എന്താണിത്? ഞാൻ എത്ര കത്തയച്ചു? എനിക്കാ? എണ്ണത്തിനെങ്കിലും മറുപടി അയച്ചോ? അയ്യോ, ഇത് ഇവർക്ക് ഭ്രാന്താണ്. നീ എന്താ അവരയച്ച കത്തിന് മറുപടി അയക്കാത്തത്? കേരള വണ്ടിയിൽ ആ പൂതനെ പേടിച്ച് ഓടി ഓടി എന്റെ പിന്നതയിൽ ഇളകി. സ്റ്റേഡിയത്തിന്റെ അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് നീ എവിടെ പോയി കിടക്കായിരുന്നു? വണ്ടിയിൽ ഒരു പെണ്ണിനെ വെച്ച് എത്ര നേരം വെച്ചാൽ കാത്തിരിക്കുക. നിന്നെ കാണാതായപ്പോ ഞാൻ ഹോട്ടലിൽ ഒരു റൂം എടുത്തു. ഓഹോ, അമ്മയ്ക്ക് പ്രസവ വേദന, മോക്ക് വീണവായന. ഇവിടെ ഭ്രാന്തം പേപ്പട്ടിയുടെ കടിയും കൊണ്ട് ഓടും പോലെയാ ഞാൻ കിടന്നോടിയത്. ആ സൂട്ട്കേസിൽ നിന്ന് മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു ബോട്ടിൽ പെർഫ്യൂം വാങ്ങിച്ചടിച്ചാലോ? അതാ നല്ലത്. ഇല്ലെങ്കിൽ പാപ്പിച്ചേട്ടൻ നാറും നമ്മളും നാറും. പോലീസ് 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 ഓടിക്കും ഓടിക്കും മതി, നിർത്ത്. മിടുക്കന്മാർ, ഈ പണം തിരിച്ചിട്ടുവന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ ബോയ്സ്. സുന്ദരേശ, തുറക്കടാ. ഓക്കെ. എന്താണ് കാണുന്നത്? ഇയാളെങ്ങനെ പെട്ടി കയറി? ഇത് തീർന്നു കിടക്കണ കേട്ടാ. പെട്ടി കണ്ടാൽ അറിഞ്ഞൂടാ നിനക്കൊക്കെ? അവന്മാർ പണം മുഴുവൻ തട്ടിയെടുത്ത് നമ്മൾ ചീറ്റ് ചെയ്താണ്. ഞങ്ങൾ വിചാരിച്ചു ശവമാണെന്നല്ലേ? എന്താണ് മാമനോടെ മെഡിക്കൽ കോളേജ് വല്ലതും തുടങ്ങാൻ പോണ്ട ശവം മേടിച്ച് സൂക്ഷിക്കാൻ? എന്തൊരു നാറ്റം മാമാ. നമുക്കിത് ഫോറൻസിക് സൈലന്റ് വാലിയിൽ അയച്ചു കൊടുത്ത് ടെസ്റ്റിംഗ് നടത്തിയാലോ?
എന്താ ഇത്? ഇക്കിളി കൂട്ടും പെണ്ണ് ദന്നിയിൽ വെച്ചിരുന്നതല്ലേ? പിന്നെ എങ്ങനെ ഈ പെട്ടി ഇവിടെ വന്നു? നാരായണ, നാരായണ, ഇതാരും ഇവിടെ കൊണ്ടുവച്ചു? ഞാൻ കണ്ടില്ല സ്വാമി. കണ്ടില്ലെന്നോ? പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? അല്ല, പെട്ടി വലുതാണല്ലോ. ഇനി സിനിമാസ്കോപ്പ് പടായിരിക്കോ? നീ ഇതൊന്ന് തുറന്നേ. എന്റെ ഈശ്വര, ഇതൊരു ഡെഡ് ബോഡിയാണല്ലോ. മത്തായി, പ്രദീപേ, രാഘവ, ഓടി വായോ. എന്താ സ്വാമി? എന്താ സ്വാമി? എന്തുണ്ടായി? എന്ത് പറ്റി? എന്താ സ്വാമി ഇത്? എനിക്കൊന്നും അറിയില്ല. പെട്ടി തുറന്ന് നോക്കിയപ്പോ ഒരു ഡെഡ് ബോഡി. സ്വാമി ഉടനെ പോലീസിൽ അറിയിക്കണം. പോലീസിൽ അറിയിച്ചാ എനിക്ക് വല്ല കുഴപ്പമുണ്ടാവോ? അറിയിച്ചില്ലെങ്കിലേ കുഴപ്പം. സ്വാമി വേഗം ഫോൺ ചെയ്യും. ഹലോ, പോലീസ് സ്റ്റേഷൻ. നമുക്ക് ആദ്യം ഓഫീസിൽ ചെന്ന് നടന്നത് എന്താണെന്ന് സ്വാമിയോട് തുറന്നു പറയാം. എന്നിട്ട് ഇന്ന് തന്നെ ഈ വണ്ടി തിരികെ കൊടുക്കാം. ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണോ? ഈ വണ്ടി ഉള്ളതുകൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇന്ന് കൊടുത്തില്ലെങ്കിൽ ഇനി വണ്ടി കേസ് വേറെ വരും. സൂസൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ഇവിടെ വേറെ ആരാ ഉള്ളത്? നാരായണൻ ഉണ്ടായിരുന്നു. ആരാടെ അവിടെ പെട്ടി കൊണ്ട് വെച്ചത്? എനിക്കറിയില്ല സാർ. നിനക്കറിയില്ലേ? നിങ്ങൾ മിണ്ടണ്ട. ഞാൻ വരുമ്പോ കൂടി ഉണ്ട്. പറയടാ. ഞാനിങ്ങോട്ട് വരുമ്പോ ഓഫീസിന്റെ വാതിൽക്കൈ പെട്ടി ഇരിപ്പുണ്ടായിരുന്നു. ഈ കണ്ണാടിയുള്ള ചേട്ടൻ. ഇങ്ങോട്ട് മാറിക്കോ. നീ ഞാനാണോ എന്റെ റെപ്രസെന്റേറ്റീവ്? ഞാനല്ല സാർ. പിന്നെ ആരാ? അവരും എനിക്ക് പോയിരിക്കുക. വരും. ആകെ പ്രശ്നമായി. ആൾക്കൂട്ടം പോലീസും. പാപ്പിച്ചേട്ടന്റെ ബോഡി ഇവിടെ പെട്ടിക്കകത്ത്. അയ്യോ, അതെങ്ങനെ ഇവിടെ വന്ന്? ആർക്കറിയാം? ആ സ്വാമിയെടുത്ത് ഇൻസ്പെക്ടർ ചോദിച്ചോണ്ടിരിക്കുക നമ്മുടെ രണ്ടുപേരുടെയും കാര്യമാണ്. നമ്മൾ ഇനി ഇവിടെ നിന്നാ കുഴപ്പം. വേഗം രക്ഷപ്പെടാം. എന്റെ അനുജൻ കൂടി എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിക്രമൻ ഒരു വിലസ്തേനെ. എന്റെ മനസ്സ് ഇപ്പോഴും പറയുന്നു, അവനെ എനിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന്. അനിയനെ കാണാതെ പോയിട്ട് വർഷം 20 കഴിഞ്ഞില്ലേ? ഇപ്പൊ അവനെ കണ്ട നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോലും പറ്റിയെന്ന് വരില്ല. അതായത് കണ്ടോ, പിള്ളേരെ പിടുത്തക്കാർ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അവന്റെ കഴുത്തിൽ ഇതേപോലെ ലോക്കറ്റുള്ള ഒരു മാലയുണ്ടായിരുന്നു. കയ്യിൽ ശ്രീകൃഷ്ണ രൂപം പച്ചകുത്തിയിട്ടുണ്ട്. താഴെ പ്രസാദ് എന്ന പേരും. അവനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് നമ്മുടെ ജോത്സ്യൻ തറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്. എന്റെ അനുജന് വേണ്ടി ഞാൻ പോകാത്ത സ്ഥലങ്ങളേ ഇല്ല. കലക്കി. ഇപ്പോ ഞാൻ വിക്രമന്റെ കാണാതായ അനിയൻ പ്രസാദ്. അനിയനാണെന്നും പറഞ്ഞ് നീ എങ്ങനെ അകത്ത് കയറി പറ്റും? അതിനൊക്കെ ഞാൻ വഴി കണ്ടു വെച്ചിട്ടുണ്ട്. കാര്യമൊക്കെ കൊള്ളാം. രണ്ടുപേരും അവിടെ പോയി കുടുങ്ങരുത്. രണ്ടുപേരും ഒന്നും പറയണ്ട. സാംസൺ അവിടെ പോയി കുടുങ്ങി പോകരുത് എന്നല്ലേ ഭവതി പറഞ്ഞതിന്റെ ധ്വനി? മതി മതി, നീ ഷർട്ട് എടുത്തിട്ട്. അത് മാത്രമല്ല, വരുന്നുണ്ട്, തുടങ്ങി. നോക്കി വേണം. പൊട്ടന്റെ അടിക്ക് ഒരു മയമില്ലെന്ന്. ആരാടാ പൊട്ടൻ? നീ അല്ല, ഞാൻ ഇങ്ങോട്ട് നീ. ഈ മാല ഞാൻ തരില്ല. എന്നെ കൊന്നാലും ഞാൻ തരില്ല. ആശിച്ച മാലകളൊന്നും ഈ ടൈഗർ നേടാതിരുന്നിട്ടില്ല പട്ടി. പറഞ്ഞല്ലേ ഇവനെന്റെ മാല പൊട്ടി ചോടാൻ ശ്രമിച്ചു. ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം സാർ. പ്ലീസ് സാർ. പോയി സാർ, ഓടിയവൻ. നീ ആരാ? ഞാനൊരു അനാഥനാണ് സാർ. പേര് പ്രസാദ്. അനിയ, ഞാൻ നിന്റെ ജ്യേഷ്ഠനാ വിക്രമൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം സ്കൂളിൽ വെച്ച് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അനിയനാണ് നീ. ഓർക്കുന്നുണ്ടോ? ഞാനെല്ലാം ഓർക്കുന്നു. വിക്രമൻ ചേട്ടൻ ഇത്രയും വലുതായോ? എന്ത് പൊക്കം! നിന്നെ ആരാ തട്ടിക്കൊണ്ടുപോയത്? കിഡ്നി പിടുത്തക്കാര്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കിഡ്നി എടുത്ത് വിൽക്കുന്ന ഒരു സംഘമാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്. അവർ എന്റെ കിഡ്നി എടുക്കാൻ നോക്കിയപ്പോ എന്റെ കിഡ്നിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് പറഞ്ഞ് അവർ എന്നെ വെറുതെ വിട്ടു. ജ്യേഷ്ഠ, ജ്യേഷ്ഠ, ജ്യേഷ്ഠ.